കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാറില്ല കേട്ടോ. ഡെയിലി ഷോർട്സ് അപ്ലോഡ് ആക്കും. ഷോർട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സോങ് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ആക്കിയാൽ മതിയല്ലോ. ലോങ് വീഡിയോ ആകുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം, എഡിറ്റ് ചെയ്യണം, നല്ലോണം പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാറില്ല. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കണ്ണിനാണ് പ്രശ്നം വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് കണ്ണിൽ പ്രഷറിൻ്റെ ഒരു പ്രശ്നം വരാറുണ്ട്. അതങ്ങനെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്ന് അങ്ങ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് എനിക്ക് ഇവിടെ നേരം പോകാനായിട്ടുള്ള ഏകമുള്ളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ ഈ ഒരു യൂട്യൂബും വീഡിയോ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹസ്ബൻഡ് ജോലിക്ക് പോയി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഫ്രീ ഉണ്ടാവും. കുറേ നേരമൊക്കെ ചെറിയ മോനേറ്റ് കളിക്കും. പിന്നെ അതങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, കുറേ ഓർമ്മകൾ ചിന്തകളൊന്നും ഉണ്ടാവില്ല. ചിന്തകളുടെ ഭാരമില്ലാതെ ജീവിക്കാൻ നമ്മളെപ്പോഴും ബിസി ആയിരുന്നാൽ മതി എന്ന് പറയുന്നത് ഭയങ്കര സത്യം കേട്ടോ. അങ്ങനെ ഈ ഒരു വില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 വർഷത്തോളം ദേരയിൽ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ബാൽക്കണിയും കാര്യങ്ങളും ചില ഫ്ലാറ്റിനുണ്ടായിരുന്നില്ല. ഒന്നിനൊക്കെ ബാൽക്കണി ഉണ്ടായിരുന്നു. എന്നാലും മുറ്റവും കാര്യങ്ങളൊക്കെ നാട്ടിലെ പോലെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് ദുബായിൽ തന്നെ റാഷിഡിയയിലാണ്. ഈ ഒരു വില്ല ഏകദേശം നമ്മൾ 4 വർഷമായിട്ട് താമസിക്കുന്നുണ്ട്. ദേരയിൽ 6 വർഷം താമസിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഒരു സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ എന്താ പറയുക, കുറേ നൈബേഴ്സ് ഉണ്ട്. 3-4 ഫാമിലി ഉണ്ട്. 4 ഫാമിലി ഉണ്ട് ഈ ഒരു വില്ലയുടെ ഉള്ളിൽ കേട്ടോ. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ നമുക്ക് പുതിയ റൂം ശരിയായിട്ടാണ് നമ്മൾ ഇവിടുന്ന് അങ്ങനെ ചേഞ്ച് ആവുകയാണ്. എന്തായാലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി. കാരണം എന്തോ എനിക്കങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറുകയാണ്. ഈ ഒരു റൂമിന് ഇപ്പം 3250 ദിറംസാണ് റെൻ്റ് കേട്ടോ. പെർ മന്ത് ഒരു മാസത്തിന് 3250 ദിറംസ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു വില്ല നമ്മൾ എന്താ പറയുക, ദുബായിലായതുകൊണ്ടാണ് ഇത്രയും റെൻറ്റ്. നമ്മൾ ഷാർജ ഏരിയ, അജ്മാൻ ഏരിയയിലോട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ ഒരു വില്ലക്കൊക്കെ ഇതിൻ്റെ പകുതി റെൻറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടെ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ വലിയൊരു റൂം നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെക്കണം. മോൻക്ക് പഠിക്കാനും കെടുക്കാനും മൂത്താൾ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതായത് എന്തൊക്കെ പറഞ്ഞാലും പ്രവാസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലേ. ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളിപ്പം ഷാർജയിലും കിസിസിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരൊക്കെ 2 റൂമും ഒരു ഹോളോ കിച്ചണൊക്കെ ഉള്ളത് നമ്മുടെ റൂമിൻ്റെ അത്ര പോലും റെൻറ്റ് വരുന്നില്ല. നമ്മുടെ റൂമിനേക്കാളും 1200 രൂപ ഒക്കെ കുറവായിട്ടും 1500 നമ്മുടെ റൂമിൻ്റെ പകുതി റെൻറ്റിനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കുറേ പോകാനായിട്ട് സാധനങ്ങൾ ഇങ്ങനെ കവറിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. 3 ദിവസം കൂടി ഉള്ളൂ പോകാനായിട്ട്. അപ്പം അങ്ങനെ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ധൈര്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു വില്ല എന്ന് പറയുമ്പോൾ. അങ്ങനെ കുറേ ചെടികളൊക്കെ വളർത്താൻ പറ്റി. അങ്ങനെയൊക്കെ ഇവിടെ മൂത്താൾക്ക് കെടുക്കാനായിട്ടും പഠിക്കാനായിട്ടും അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് പ്രവാസം എന്ന് പറയുമ്പോൾ. ഒരുവിധ ആളുകളൊക്കെ നല്ലൊരു നമ്മുടെ താമസം നല്ലതാണെന്ന് വിചാരിച്ച് ഷാർജയിലും കിസീസിലൊക്കെ താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ അങ്കിൾ എല്ലാ വർഷവും റെൻറ്റ് കൂട്ടാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കൂട്ടിയിട്ട് 3250 വന്ന് നിന്നാണ് കേട്ടോ. നമ്മൾ ദേരയിലൊക്കെ താമസിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിനേക്കാളും കറണ്ട് ഉണ്ടായിരുന്നു. 3500 ദിറംസൊക്കെ ഉണ്ടായിരുന്നു. അത് കറണ്ട് വെള്ളം കൂടുന്നതിനനുസരിച്ച് പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. അവിടെ ഇപ്പോൾ നമ്മളൊരു കുറേ ദിവസങ്ങളായിട്ട് റൂം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോളും ഒരു കിച്ചണും ഒരു റൂമും ഉള്ളതിന് നമ്മൾ നോക്കിയത് 4500 പിന്നെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചണും ബാത്റൂമും എല്ലാം കൂടി ഉള്ളത് നോക്കിയത് 3700 ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാഹ്, നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു ചേഞ്ച് എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ മാറുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 വർഷമായിട്ട് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ മോന് ചുമരുമ്മലൊക്കെ നന്നായിട്ട് കച്ചറാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ കുറേ ചുമരുമ്മലൊക്കെ കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയൊക്കെ ഒരു സിറ്റ് ഔട്ട്, ഒരു റൂം, പിന്നെ കിച്ചണിലും ഈ പറഞ്ഞ പോലെ ഇത് അറബ്സിൻ്റെ വില്ലയാണ്. അപ്പോൾ അത് അവർ കുറേ കാലം താമസിച്ചിട്ട് അവർ വേറെ പുതിയതിലേക്ക് മാറുമ്പോൾ നമുക്കതങ്ങനെ റെൻറ്റിന് തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ അതായത് അവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ മേശൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് അങ്ങനെയൊക്കെയാണ്. സൗകര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും സത്യം പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം ഒരു 80,000 രൂപയോളം റെൻറ്റ് മാസം കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ റെൻറ്റ് കുറവ് നോക്കിയിട്ട് നല്ല റൂമും വേണമെന്നുണ്ടെങ്കിൽ ഷാർജ, അജ്മാൻ, കിസീസിലോട്ടൊക്കെ മാറണം. അങ്ങോട്ടേക്കൊന്നും പോകാൻ ട്രാവലിങ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറ്റിയില്ല. ഇപ്പം മാറുന്ന റൂം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്രണ്ട് ത്രൂ ആണ് കേട്ടോ നമുക്കത് കിട്ടിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റെൻ്റ് ഉണ്ട്. ഇതിനേക്കാളും റെൻ്റ് ഉണ്ട്. 3600 റെൻ്റ്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യങ്ങളും കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഒതുക്കി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയും കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട്. കുറേശ്ശെ ഇങ്ങനെ ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ബാക്ക് പെയിൻറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ റാഷിഡിയിൽ തന്നെ റൂം കിട്ടിയപ്പോൾ മൂത്ത മോന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കാരണം ആളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ
ഇവിടെയാണ്. ഹസ്ബൻഡും എനിക്കും ധരയിൽ റൂം കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുണ്ടായിരുന്നു. കാരണം ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനൊക്കെ വരാമല്ലോ. പക്ഷേ ധരയിൽ നോക്കിയ റൂമൊക്കെ ഒരു വലിയ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ, പിന്നെ അതിൽ തന്നെ ബാത്റൂം, അതിൽ തന്നെ ഏകദേശം 3,700 റെൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതാവുമ്പോൾ മൂത്ത ആൾക്ക് പഠിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആകെ കൺജസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ റാഷിദിയിൽ തന്നെ നോക്കിയതാണ്. പിന്നെ നല്ലൊരു റൂം ഫ്രണ്ട് പറഞ്ഞു തന്നപ്പം അങ്ങനെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ.